അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ആരും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കും. നിങ്ങൾ ഇനി പോയിട്ട് തിരിച്ചു വരുമോ? പിന്നെ ഞാൻ അവിടെ താമസിക്കാണ്. വരും, ഉടനെ വരും. ചെറിയ ഡീല് വേണ്ടോന്ന് വെച്ചാൽ സാധനം എടുക്ക്. സാധനം തരാടാ, പിടക്കല്ലേ. ഇത് ഇത് നിങ്ങൾക്കുള്ളതല്ല. അതിങ്ങ എടുക്ക്. ആണേ ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി ആയതൊക്കെ പോരാ നമുക്ക്. എടാ തണ്ടാ, കേശു വരുന്നു. കേശു ബ്രോ വാ വാ വാ. എന്താണ് എവിടെ അഞ്ചാമൻ? അഞ്ചാമനോ? ഓ ഇവിടെ ഇന്നലെ നിങ്ങൾ 5 പേരില്ലായിരുന്നാ? ഇല്ല, ഇന്നലെ നമ്മള് 4 പേരായിരുന്നു. 1 2 3 4. ഇന്നലെ ബ്രോ കട്ടായിരുന്നു. ഞാൻ അതെ, ഇന്നലെ പാറപ്പുറത്തിരിക്കുന്ന അട്ടം വഴി തോന്നി. ഞാൻ ചെറുതായിട്ട് കട്ടായിരുന്നു. ചെറുതായിട്ടല്ലേ? അല്ല ബ്രോ, ഞാൻ വെച്ച് വരൂലായിരിക്കും കേട്ടാ. സംഭവം ഒന്നുമില്ല ബ്രോ, അതെ വീട്ടിൽ നിന്ന് ചെറിയൊരു സീന്. സ്ട്രിക്റ്റ് ആണേ, പ്രഷർ. നമുക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും? എന്ത് സ്ട്രിക്റ്റ് ബ്രോ, വീട്ടുകാരൊക്കെ പേടിച്ചെടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അതെ, അല്ല അങ്ങനെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല, പക്ഷെ കഴിഞ്ഞ് പറഞ്ഞു. ഞാനും അതെ, ഞാനും എന്റെ വീട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ താൻ മിണ്ടു. ഇന്നലെ എന്റെ അടുത്തും മിണ്ടിയില്ലായിരുന്നു. ഇന്നലെ നമ്മള് കണ്ടായിരുന്നു. അത് നോക്കണ്ട, അവ ഈ ഗ്രഹത്തിലുള്ളല്ല. ഇടക്കിടക്ക് വന്നും പോയിക്കെ നിൽക്കും ഇങ്ങനെ. ഓ അങ്ങനെ. അപ്പൊ അന്യഗ്രഹത്തിൽ പോകുമ്പോ എല്ലാരും ഞാനും തിരക്കെന്ന് പറയണ. വീട്ടില് എന്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ, വീട്ടിലുള്ളവരൊക്കെ, അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ഇലക്ട്രിസിറ്റിയിലിരുന്ന് തൂങ്ങുന്നു, അമ്മ ടീച്ചറായിട്ടിരുന്ന് ഇറങ്ങി. വണ്ടർഫുൾ. ബ്രോഡ് അച്ഛനും അമ്മയൊക്കെ? ഞാൻ അവരെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. അവൻ അങ്ങനെ എടുത്ത് പറയണ്ട, നല്ലത്. ശിവറോ, അപ്പൊ എങ്ങനെയാണ് പരിപാടി? എന്ത് പരിപാടി? എനിക്ക് ബാംഗ്ലൂര് പോകേണ്ട ഒരു പരിപാടി ഉണ്ട്. ബാംഗ്ലൂരോ? എന്ത്? ചെറിയൊരു ബിസിനസിന്റെ പരിപാടി. ഓ മറ്റേ ടൈൽസിന്റെ അല്ലേ? ടൈൽസിന്റെ അല്ല, ചെറിയ വേറൊരു പരിപാടി. വേറെ പരിപാടി? അതെ, പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരും. 2 ദിവസം കഴിഞ്ഞിട്ട്? ശിവറോ പോകാനും വന്നിട്ട് ഞാൻ അവിടെ കയറ്റി പോയി ചാടൂട്ടാ. അല്ല, പാറമടയില് നിനക്ക് ചാവണം ഉണ്ടെങ്കിൽ അവിടെ നല്ല നല്ല തോടുണ്ട്, അവിടെ പോയി ഒഴിവെങ്ങ് പോവും. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് വന്ന് പോകും. പറഞ്ഞു കൊടുക്കല്ലേ. നിങ്ങൾക്ക് സാധനം കിട്ടി ഹാപ്പി അല്ലേ? അപ്പൊ എന്താ ഇതാ പറഞ്ഞു. അതെ ബ്രോ, ബാംഗ്ലൂർ വരുന്നുണ്ടോ? ഇല്ല ബ്രോ, ഞാൻ ഇപ്പൊ വരുന്നില്ല. ഞാൻ ചെറിയൊരു ബിസിനസിന്റെ പ്ലാനായിട്ട് പോകുന്നുണ്ട്. ബിസിനസിന്റെ? അല്ല, ബിസിനസിന്റെ കാര്യമായിട്ട് പോകണം നല്ല തന്നെ. ഈ ബിസിനസ് ടൈൽസും പരിപാടിയൊക്കെ ആയിട്ടൊക്കെയാണല്ലോ ഒക്കെ നേരത്തെ പറഞ്ഞു എന്നോട്. ടൈൽസ് അതുകൊണ്ടും വലിയ മെച്ചമൊന്നുമില്ല. പൈസ വേണമല്ലോ, ജീവിക്കാൻ പൈസ ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ബാംഗ്ലൂരൊക്കെ പോയി. അല്ല ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നു. പൈസ ഓ അതൊക്കെ കഷ്ടപ്പാടാണ് ബ്രോ, പറയാതിരിക്കണ തന്നെ ഭേദം. നമ്മളിനി എന്തൊരു പറയാ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് ചിലപ്പം ഞാൻ പറഞ്ഞ ബ്രോയ്ക്കും മനസ്സിലാവൂല. ബുദ്ധിമുട്ടാണ് മൊത്തത്തില്. അതായത് ബ്രോ സത്യം പറഞ്ഞാല് ഇപ്പം നമ്മളൊന്ന് പുറത്തു പോകണമെന്ന് വിചാരിക്കും, വീട്ടിൽ ചോദിക്കണമെന്ന് പറഞ്ഞാലും പോരാ, അടുത്തൊക്കെ ചോദിക്കണം. വന്നാ ചെറുതല്ലേ കൂടെ വന്ന, അതിന്റെ അടുത്ത് മുതല് വീട്ടിലുള്ള എല്ലായിടത്തും ചോദിക്കണം. എന്നിട്ട് അവര് സമ്മതിച്ച് അവര് 2 പേര് കൂടെ വരും. അവര് 2 പേരും ഇങ്ങനെ കൂടെ വന്നിട്ട് അവര് പിന്നെ ഇന്നലെ സമ്മതിക്കുള്ളൂ. പിന്നെ ഡ്രസ്സിന്റെ കാര്യം, ഡ്രസ് ഇത് മൊത്തം വീട്ടുകാര് മേടിച്ചോണ്ടോ തരും, ഇട്ടോണം. വേണ്ടാന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലെ കണ്ടാണ് നമ്മള്. ബ്രോയ്ക്ക് മനസ്സിലായി എന്റെ സങ്കടം. അതുകൊണ്ടാ വിളിച്ച. ബാംഗ്ലൂര് ഇപ്പം വരുന്നില്ല. ഇല്ല ബ്രോ, എനിക്കിപ്പോ അങ്ങനെ ടക്കനെ വരാൻ പറ്റത്തില്ല, വീട്ടുകാരൊക്കെ പ്രശ്നമാക്കും. ഞാനൊന്ന് ഇവരുടെ അടുത്തൊന്ന് സ്കൂട്ടായിട്ടെ നൈസിൽ നോക്കാം. കേശു ബ്രോ, ശരിക്കും പറഞ്ഞ ബ്രോയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് നാണക്കേട് തോന്നുന്നു. ഈ ഡ്രസ്സിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു, നാണക്കേട് കൊണ്ടിട്ട്. അത്രയ്ക്കുണ്ട്. അല്ല, എങ്ങനെ പറ്റുന്നു ഇങ്ങനെ പിടിച്ചിരിക്കാൻ? ഓ ഒന്നും പറയണ്ട ബ്രോ, മനക്കരുത്ത് എന്ന് പറഞ്ഞ സാധനം എപ്പോഴേ കൈവിട്ട് പോയി. അല്ല ബ്രോയ്ക്ക് ഇപ്പൊ പൈസ ഒന്നും കയ്യിലില്ലല്ലോ. ഇല്ല, ഞാൻ ഇടയ്ക്ക് കോയമ്പത്തൂരൊക്കെ പോകും. എന്തിന്? അത് ചെറിയ ബിസിനസ്സിന് പോയോ. അങ്ങോട്ട് പോകുമ്പോ കുറച്ച് സാധനം കാണും, ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് സാധനം കാണും. വരുമ്പോഴത്തേക്ക് 19,000 കയ്യിരിക്കും. ബ്രോ വന്നാ നമുക്ക് പിന്നെ ലാഭമില്ലേ കച്ചവടം? ലാഭം പിന്നെ ഒന്നുമില്ല.
വരുന്നില്ല. ഇല്ല ബ്രോ, ഞാൻ ഇപ്പൊ വരുന്നില്ല. ഞാൻ വരാം, ഞാൻ ഒരു ദിവസം ഞാൻ വരും. വീട്ടിൽ വല്ല റേഷൻ കടയിൽ പോണെന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയാ മതി. ഞാൻ ഇപ്പൊ റേഷൻ കടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടുകാരുടെ അടുത്ത്. എത്ര നാളായി? 4 വർഷമായി. 4 വർഷം. റേഷൻ കടയിൽ പോണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ? പിന്നെ അതൊക്കെ ഒരു കുറവല്ലേ. വരുന്നോ? അല്ല കുഴപ്പമില്ല, ഞാൻ ഇറങ്ങുമ്പോ എനിക്ക് 4 വർഷമായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വല്ല ഷോപ്പിംഗ് മാളിലും പോണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. അതാകുമ്പോ കുറച്ച് കുറവാ ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെന്നാ മതി. ശരി ബ്രോ, എന്നാ ഞാനെന്നാ വീട്ടിലോട്ട് പോയിട്ട് കേട്ടാ. സാധനം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത്. ഭയങ്കര ടെൻഷൻ. എന്താണെന്ന് അറിഞ്ഞു. എന്താ പറഞ്ഞ? ടെൻഷൻ ഉണ്ടോ? ഒരുപാട് ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ടെൻഷൻ ഉണ്ട്. ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിക്കും. വീട്ടിൽ ചെന്ന് കുറേശ്ശെ ടെൻഷൻ കേട്ടോ.